കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദൈവകൃപ ധാരാളമായിട്ട് ഒഴുകാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവാത്മാവ് നമ്മളിലും നമ്മുടെ കുടുംബങ്ങളും ദേശം മുഴുവനിലും വ്യാപരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതയിലൂടെ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും രോഗശാന്തികളും വിടുതലും നമ്മിലും നമ്മുടെ ഭവനങ്ങളും സംഭവിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയം നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട്, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ ആരംഭിക്കാം. ഇന്ന ദിവസം എല്ലാ ഭവനങ്ങളുടെ മേലും ദൈവാത്മാവിൻ്റെ അതിശക്തമായ ഇടപെടലും അഭിഷേകങ്ങളും സംഭവിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് യുവാക്കൾക്ക് അവരുടെ ജീവിതത്തിലൊരു വലിയ തീരുമാനം എടുക്കാനുള്ള അഭിഷേകം പരിശുദ്ധാത്മാവ് കൊടുക്കട്ടെ. ഇന്നത്തെ നമ്മുടെ കുടുംബങ്ങളിലുള്ള പൈശാചിക പീഡകൾ എല്ലാ മേഖലകളിലും വിടുതൽ തരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഭയഭക്തിയോടെ നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. പാവനാത്മാവേ പറന്നിറങ്ങണമേ, പാവനാത്മാവേ പറന്നിറങ്ങണമേ. സ്തുതിക്കുവാൻ, പാടുവാൻ, പുകഴ്ത്തുവാൻ, നയിക്കുവാൻ. സ്തുതിക്കുവാൻ, പാടുവാൻ, പുകഴ്ത്തുവാൻ, നയിക്കുവാൻ. പാവനാത്മാവേ പറന്നിറങ്ങണമേ, പാവനാത്മാവേ പറന്നിറങ്ങണമേ, പാവനാത്മാവേ പറന്നിറങ്ങണമേ, പാവനാത്മാവേ പറന്നിറങ്ങണമേ. ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപ ഒഴുകുന്നു. ദൈവപിതാവിന് ആരാധന, 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 ദൈവപിതാവിന് ആരാധന. ഹാലേലു, 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 ഹാലേലുയാ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹൃദയത്തോട് നമുക്ക് ചേർത്ത് പിടിക്കാം. ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ വേദനകളെയും എല്ലാം നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ എല്ലാം കാഴ്ചവെച്ചുകൊണ്ട്, മാതാവേ, സ്വർഗീയമായ കൃപകളും അനുഗ്രഹങ്ങളും ഇന്ന ദിവസം സഭയിലേക്ക് ജനത്തിൻ്റെ മേൽ ഒഴുകപ്പെടാൻ വേണ്ടി ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ പ്രയാസങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക് ദൈവാത്മാവ് ഇറങ്ങി വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണേ. നന്മ നിറഞ്ഞ മറിയമേ, സൃഷ്ടി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരായി തീരുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക അഭിഷേകം നമുക്ക് ലഭിക്കാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ട വളരെ പ്രധാനപ്പെട്ട കൃപകളെക്കുറിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൃപകൾ കിട്ടണം. കൃപയെന്ന് വെച്ചാൽ അത് ഈ കൃപ നിറയുമ്പോഴാണ് നമ്മൾ ശരിക്കും അഭിഷേകത്തിൻ്റെ മക്കളായിട്ട് മാറും. നമ്മൾ ഒരിക്കലും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവകൃപ നമ്മളിൽ പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. അതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് ആഴമുള്ള ധ്യാനം നടത്താൻ പോവുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നും ഈ ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കാൻ പോവുകയാണ്. ഇവിടെ എല്ലാം വിശ്വാസം സമർപ്പിച്ചുകൊണ്ട് അതിനുള്ള വഴികളെക്കുറിച്ച് ദൈവാത്മാവ് നമ്മളിൽ വന്നു നിറയാൻ, പരിശുദ്ധ അമ്മയിൽ എങ്ങനെ ദൈവാത്മാവ് വന്നു നിറഞ്ഞു, അമ്മയെ തിരഞ്ഞെടുത്തു, അതിൻ്റെ ആ ഒരു വചനങ്ങളിലേക്ക് നമ്മുടെ ഹൃദയത്തെ നമ്മൾ തുറക്കുകയാണ്. വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, വചനം തുടങ്ങുന്നത് യെശയ്യാ 66 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക, എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനാണ്. അതായത് കൃപ കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടത് എളിമയാണ്. നല്ല ആഴമുള്ള ഒറിജിനലായിട്ടുള്ള ഈ എളിമ വേണം. നമുക്ക് ഈ ലൂക്കാ സുവിശേഷം 1:47-48 വചനം, ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെ, അപ്പോൾ എളിമയുള്ളത് കൊണ്ടാണ് അമ്മയിലേക്ക് ആ ദൈവകൃപയെല്ലാം ഒഴുകി ഇറങ്ങാനുള്ള കാരണം. ആണ് പൗലോസ്ലീഹ തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ അഭിഷേകത്തെക്കുറിച്ച് പറയുന്നതാണ് 1 കൊരിന്ത്യർ 15:10. ഞാൻ എന്തായിരിക്കുന്നത് ദൈവകൃപയാലാണ്. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ കൃപ നഷ്ടപ്പെട്ടു പോയിട്ടില്ല, മറിച്ച് മറ്റെല്ലാവരെക്കാൾ അധികം ഞാൻ അധ്വാനിച്ചു. ഞാനെല്ലാം അധ്വാനിച്ച് ദൈവകൃപയാണ് ഉദ്ദേശിച്ചത്. ശരിക്കും നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തനത്തിൻ്റെ 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനത്തിൽ പൗലോസ്ലീഹയുടെ മാനസാന്തരം, പൗലോസ്ലീഹ കൃപ, ഇതെല്ലാം കിട്ടിയപ്പോഴാണ് പൗലോസ്ലീഹയെ ദൈവം എന്ത് ചെയ്തു? ദൈവം കുതിരപ്പുറത്തുനിന്ന് അവന് താഴെ ഇട്ടു, അവനെ എളിമപ്പെടുത്തി. ദൈവം നമുക്കൊക്കെ തകർച്ചകളും പ്രശ്നങ്ങളും വിഷമങ്ങളൊക്കെ തന്ന് എളിമപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് കൃപ തരാൻ വേണ്ടിയാണ്, അല്ല ഒരിക്കലും നശിപ്പിക്കാനല്ല. നമുക്ക് സഹനങ്ങൾ, പീഡനങ്ങളൊക്കെ തന്ന് നമ്മൾ ചിലപ്പോൾ എളിമപ്പെടും, നമ്മുടെ പേര് കളയും, നമ്മുടെ അഡ്രസ്സൊക്കെ ദൈവം എടുത്ത് കളയും. എന്തിനാ കളയുന്നത്? എളിമപ്പെടുത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരിക്കലും നശിപ്പിക്കാൻ. ദൈവം ഒരിക്കലും നശിപ്പിക്കുന്നവനല്ല, നമ്മൾ വീണ്ടെടുക്കുന്ന ദൈവം നമുക്ക് അഭിഷേകം കൃപയും തരാൻ വേണ്ടിയാണ്. പ്രഭാഷകൻ 3:18-19 നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ നീ ദൈവ കൃപയ്ക്ക് നീ പാത്രമായി തരും. ഇതാണ് വചനം. അപ്പോൾ ഇത് നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക, അപ്പോൾ നീ ദൈവകൃപയ്ക്ക് പാത്രമായിട്ട് തരും. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 5-6 വചനം, ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്ക് കഠിന ശിക്ഷയുണ്ടാകും, എളിയവന് കൃപയാൽ മാപ്പ് ലഭിക്കും. അപ്പോൾ എളിമയുള്ളവന് ദൈവം കൃപ കൊടുത്ത് അവനോട് ക്ഷമിക്കും. അതുകൊണ്ടാണ് ഈ നല്ല കള്ളനൊക്കെ അവന് എളിമയുണ്ട്, അതുകൊണ്ടാണ് അവന് മോചനം കിട്ടാൻ കാരണം. അവൻ കുരിശിൽ കിടന്നുകൊണ്ട് അവൻ പറഞ്ഞു, കർത്താവേ അങ്ങ് രാജ്യത്തിലേക്കും എന്നെ കൂടി ഓർക്കണേ. അവൻ്റെ എളിമയാണ്. അത് തന്നെയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത്, ചുങ്കക്കാരനെ കണ്ടുമുട്ടുന്നത്. അപ്പം പറയുന്നുണ്ടല്ലോ, ഈ ദൈവത്തെ നോക്കാൻ പോലും ധൈര്യപ്പെടാതെ മാറത്തരച്ചുകൊണ്ട് ദൈവം പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണം. അപ്പം എളിമയിലാണ്. അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ അവൻ നീതീകരിക്കപ്പെട്ടവനായിട്ട് ഭവനത്തിലേക്ക് പോയത്. എളിമയുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയുള്ളൂ. വീണ്ടും നമുക്ക് കാണാൻ പറ്റും യാക്കോബ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 10 വരെ അവിടെ വചനം പറയുന്നുണ്ട്, ആകയാൽ അവിടുന്ന് കൃപാവരം ചൊരിയുന്നു, ദൈവം അഹങ്കാരികളെ എതിർക്കുകയും എളിമ ഉള്ളവർക്ക് കൃപ കൊടുക്കുകയും ചെയ്യുന്നു. അപ്പം അഹങ്കാരികളെ എതിർക്കുന്ന ദൈവം, ഒരിക്കലും അഹങ്കാരിക്ക് ദൈവം കൃപ കൊടുക്കുന്നില്ല, എളിമയുള്ളവർക്ക് മാത്രമേ ഈശോ കൃപ കൊടുക്കൂ. മത്തായിയുടെ സുവിശേഷം 11:29 ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകിയാൽ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യും. ഈശോ എളിമയുടെ വലിയ ഉദാഹരണമാണ്. ഈശോ തന്നെയാണ്, ഈശോയിൽ തന്നെ നിർണ്ണയിക്കുന്നത് എളിമയുടെ മനോഭാവമാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ എളിമയുണ്ടെങ്കിൽ ദൈവം നമ്മളിൽ നിറഞ്ഞ് പ്രവർത്തിക്കും. ലൂക്കാ സുവിശേഷം 22:25 പറയുന്നത്, നിങ്ങൾ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം. അപ്പം അത്ര എളിമപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവാത്മാവ് നമ്മൾ നിറഞ്ഞ് പ്രവർത്തിക്കുകയുള്ളൂ. അല്ല നമ്മൾ ഒരിക്കലും അഹങ്കാരത്തിൻ്റെ സ്വഭാവം നമ്മൾ ഒരിക്കലും വരാതിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. സുഭാഷിതങ്ങൾ 16:5 പറയും, അഹങ്കാരിയോട് കർത്താവിന് വെറുപ്പാണ്, അഹങ്കാരിയോട് കർത്താവിന്
വെറുപ്പാണ്. അതുകൊണ്ട് അഹങ്കാരം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ ഉപേക്ഷിക്കും, നമ്മളെ തള്ളിക്കളയും. നമുക്ക് അനോയിൻറ്റിങ്ങുള്ള അഭിഷേകം. അതാണ് ജെറമ്യ 50:30-31 അഹങ്കാരി, ഞാൻ നിനക്കെതിരാണെന്ന് സൈന്യങ്ങൾ ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. അഹങ്കരിക്കുന്നവൻ കാൽ തട്ടി വീഴും, അവനെ എഴുന്നേൽപ്പിക്കാൻ ആരും ഉണ്ടാകില്ല. അതാണ് ദാനിയേലിൻ്റെ പുസ്തകം 10:12. ദാനിയേലെ, ശരിയായത് അറിയുന്നതിന് വേണ്ടി നീ നിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടാൻ തുടങ്ങിയ നിമിഷം മുതല ദൈവം നിൻ്റെ പ്രാർത്ഥന. ഇവിടെ എളിമ വെച്ച് കഴിഞ്ഞാൽ ആ ദൈവത്തെ അങ്ങ് വിട്ടുകൊടുക്കുക. നമ്മൾ അഹങ്കാരമൊന്നുമില്ല. നമുക്ക് പണമുണ്ട്, കഴിവുണ്ട്, ബുദ്ധിയുണ്ട്, എനിക്ക് അറിവുണ്ട്, എനിക്ക് പാട്ടുപാടാൻ അറിയാം, പ്രാർത്ഥിക്കാനറിയാം, അല്ലെങ്കിൽ എനിക്ക് അതുണ്ട് ഇതുണ്ട്, ഇതൊക്കെ പറയുമ്പോൾ പ്രശ്നം. വിദ്യാഭ്യാസമുണ്ട്, വീടുണ്ട്, പണമുണ്ട്, ബിസിനസ്സുകാരന് ജോലിയുണ്ട്. അപ്പം അങ്ങനെ അഹങ്കാരം തന്ന ദൈവത്തിന് വെറുപ്പാണെന്ന് പറഞ്ഞത്. നേരെ മറിച്ച് തമ്പുരാൻ്റെ എല്ലാം ദൈവം തന്ന ദാനമാണ്, എല്ലാം ദൈവം തന്ന ദാനം, സൗജന്യ ദാനമാണെന്നുള്ള വലിയ ബോധ്യത്തിൽ നമ്മൾ എളിമപ്പെട്ടുകൊണ്ട് നിൽക്കണം. 2 കൊരിന്തോസിൻ്റെ 3:5 പറയും, സ്വന്തമായി എന്തെങ്കിലും മേന്മ അവകാശപ്പെടാൻ ഞങ്ങൾ യോഗ്യരല്ല, ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്നാണ്. പൗലോസ് പറയണം, സ്വന്തമായി എന്തെങ്കിലും യോഗ്യത ഞങ്ങൾക്ക് അവകാശപ്പെടാൻ ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളുടെ യോഗ്യത ദൈവത്തിൽ നിന്ന്. അപ്പോൾ അത്ര താഴ്മയോടെ എല്ലാ മഹത്വവും ആരാധനയും ദൈവത്തിന് കൊടുക്കുന്നു. അപ്പോൾ അതാണ് എളിമ. അപ്പോൾ എളിമയുള്ളവരെയാണ് ദൈവം എപ്പോഴും ഉയർത്തുന്നത്. പള്ളിയിലോട്ടൊക്കെ വരും, പള്ളി വരുമ്പോൾ എളിമ, മാതാപിതാക്കളുടെ മുമ്പിൽ എളിമ, അല്ലെങ്കിൽ ജീവിത പങ്കാളിയുടെ മുമ്പിൽ ഒരു എളിമപ്പെടുന്ന സ്വഭാവം, മക്കളുടെ മുമ്പിൽ എളിമപ്പെടുന്ന, അധികാരികളുടെ മുമ്പിൽ എളിമപ്പെടുന്ന. അപ്പോൾ ആ എളിമ എന്ന പുണ്യമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവും നമ്മളിൽ പ്രസാദിക്കുകയുള്ളൂ. ദൈവത്തിന് കൃപയുള്ളൂ. പരിശുദ്ധ അമ്മയിൽ നമുക്കറിയാം, അമ്മ മുഴുവൻ എളിമയാണ്. അമ്മയിൽ എന്തുള്ള ഒരു അതാണ് ലൂക്ക 1:38 പറയുന്നത്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലും. അപ്പോൾ നമ്മൾ എളിമപ്പെടുക. സ്നാപയോഹന എളിമയാണ്. അത് യോഹന്നാൻ 3:30 പറഞ്ഞു, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അത്രയും എളിമപ്പെട്ട് നിൽക്കുന്ന കാണാൻ പറ്റും. അതാണ് 1 കൊരിന്തോസിൻ്റെ 15:10 പൗലോസ്, ഞാൻ എന്തായിരിക്കുന്നു ദൈവകൃപ. കാരണം ദൈവകൃപയാലാണ്. ഞാൻ എന്തായിരിക്കും ദൈവകൃപയാണ്. അപ്പോൾ പൗലോസിന് എന്തോ ഒരു കാര്യം ചെയ്യുന്നു, പക്ഷെ അത് മുഴുവൻ ദൈവകൃപയാണെന്ന് എപ്പോഴും, അല്ല എൻ്റെ കഴിവല്ല, ഞാൻ അതിനകത്ത് ആരുമല്ല. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ നല്ല എളിമ. 1 പത്രോസിൻ്റെ 5:6-7 വചനം, കർത്താവിൻ്റെ ശക്തമായ കരത്തിന് കീഴെ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. ദൈവം നമ്മളെ ഉയർത്തണമെങ്കിൽ നമ്മൾ അത്രമാത്രം നമ്മൾ എളിമയിലും നമ്മൾ വിശുദ്ധിയിലും നമ്മൾ കാണണം. എളിമ നഷ്ടപ്പെട്ടാൽ നമുക്ക് അഭിഷേകം നഷ്ടം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 22, 23, 24 വചനത്തിൽ പറയും, ഞാൻ സത്യത്തെ ഒഴിഞ്ഞു പോകുകയില്ല, ഹീനമായ അസൂയമൊത്തും ഞാൻ ചരിക്കുകയില്ല, ഇതിന് ജ്ഞാനത്തോട് ഒരു ബന്ധവും ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്, ശരിക്കും നമ്മളിൽ എളിമയുണ്ട്. അസൂയൊക്കെ വരുന്ന അഹങ്കാരത്തിൽ നിന്ന് വരുന്നതാണ്. പൈശാചിക അരൂപിയാണ്. അഹങ്കാരം അസൂയൊക്കെ ഒരുമിച്ച് കിടക്കുന്ന സംഭവം. പല അഹങ്കാരമുള്ള ആളുകളിൽ അസൂയ കൂടുതൽ. അപ്പോൾ അവർക്ക് എളിമപ്പെടാൻ ഒരിക്കലും പറ്റും. പൈശാചിക ശക്തിയുടെ സ്വഭാവമാണ് അസൂയയും അഹങ്കാരവും ഒക്കെ പൈശാചിക സ്വഭാവം. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 23-24 ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തന്നെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുന്നു. അവൻ്റെ പക്ഷക്കാർ അതുകൊണ്ട് അസൂയ കയറും ലോകത്ത്. പിശാചിൻ്റെ സ്വഭാവമാണ് അസൂയ. അപ്പോൾ അത് അസൂയയിലൂടെ മരണം ലോകത്തിലേക്ക് വരിക. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ മാതാപിതാക്കൾ, മക്കളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഈ നമ്മുടെ ഭവനങ്ങളിൽ അവിടെ നമുക്ക് നല്ല എളിമയുടെ അനുഭവം, നല്ല താഴ്മയുള്ള സ്വഭാവം നമുക്കുണ്ടാകണം. എങ്കിലും ദൈവം നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരുള്ളൂ. അഹങ്കാരിയെ ദൈവം ചിതറിക്കുമെന്ന് പറഞ്ഞു. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 50-51 വചനം നമുക്കറിയാവേ. 50, 51, 52 വചനം. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് എൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നു ചോദിച്ചുകൊണ്ടോ, ഹൃദയ വിചാരത്തിൽ എനിക്ക് പണമുണ്ട്, സമ്പത്തുണ്ട്, രാജ്യമുണ്ട്, ഞാൻ രാജാവാണ്, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ വലിയ ആളാണ്, എൻ്റെ കഴിവാണ്, എല്ലാം എൻ്റെ കഴിവാണ്, എല്ലാം ഞാനാണ്. അപ്പോൾ ഈഗോ. അപ്പോൾ അങ്ങനെയുള്ളൊരു ദൈവം ചിതറിക്കുമെന്ന് പറയും, ചിതറിച്ച് കളയും. അപ്പോൾ അഹങ്കാരി ദൈവം ചിതറിക്കുന്നു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് താഴെയിട്ടു, വിനീതരെ ഉയർത്തി. ദൈവം എളിമയുള്ളവരെയാണ് ദൈവം ഉയർത്തുന്നത്. ദൈവം എപ്പോഴും ഉയർത്തുന്നത് ഏറ്റവും താഴ്മയുള്ള എളിമയുള്ള ജീവിതങ്ങളെയാണ് കർത്താവ് ഉയർത്തുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തേലും നമുക്ക് എളിമപ്പെടാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ എളിമപ്പെടണം. എളിമപ്പെട്ടാൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മിൽ നിറയാനും പ്രവർത്തിക്കാനും അഭിഷേകം നമുക്ക് തരാനും സാധിക്കുള്ളൂ. വീണ്ടും പറയാം, യാക്കോബ് ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ, യാക്കോബ് ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വചനം, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവാൻ അവിടുന്ന് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. മനുഷ്യർ നമ്മൾ ഉയർത്തിയാൽ ഉയരുകയല്ല, കർത്താവ് നമ്മൾ ഉയർത്തും. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കും, അവിടുന്ന് നമ്മളെ ഉയർത്തും. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ കാരണം, നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകൾ കണ്ടു, നന്നായിട്ട് തുറന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ നമുക്ക് എളിമ വേണം. അഹങ്കാരമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും പ്രാർത്ഥിക്കാനേ പറ്റില്ല, അവന് സ്തുതിക്കാൻ പറ്റില്ല. അവനൊന്ന് പള്ളിയിലൊക്കെ കാണാം നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾ, അവർ നല്ല എളിമയുള്ളവർ.
അഹങ്കാരമുള്ളവർക്ക് ഒരു ജപമാല പോലും ചൊല്ലി തീർക്കാൻ പറ്റില്ല. എനിക്ക് പ്രാർത്ഥനയുടെ ആവശ്യമൊന്നുമില്ല, എനിക്ക് പള്ളിയുടെ കുർബാനയുടെ കുമ്പസാരത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അവന് അഹങ്കാരമാണ് അവനെ കീഴടക്കിയിരിക്കുന്ന സംഭവം. അപ്പോൾ ഈ അഹങ്കാരത്തിൻ്റെ ദുഷ്ടാരൂപി നമ്മുടെ കുടുംബത്തിലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ചില വിദ്യാഭ്യാസം മക്കൾ പഠിച്ചു, വിദ്യാഭ്യാസമായി ജോലിയായി സ്ഥാനമാനായി സൗന്ദര്യമുണ്ട്, നല്ല വസ്ത്രമുണ്ട്, വീടിന് ചുറ്റുപാടുള്ള കൂടി നല്ല വസ്തുവുണ്ട്, എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് അഹങ്കാരം. അപ്പോൾ അവിടെയാണ് അപകടം ഉണ്ടാകുന്നത്. അത് ആ അഹങ്കാരത്തെ അഭിഷേകം. ഒന്നും മനുഷ്യൻ്റെ പല ആഘോഷങ്ങൾ നടക്കുമ്പോൾ, വിവാഹങ്ങൾ നടത്തുമ്പോഴും അല്ലെങ്കിൽ മറ്റ് എൻഗേജ്മെൻറ്റ് നടത്തുമ്പോഴും ഈവൻ ബർത്ത്ഡേ പരിപാടിയും അഹങ്കാരം കാണിക്കാനുള്ള വേദിയായിട്ട് മാറുക. നമ്മുടെ എല്ലാ മേഖലയും കാണാം ദുർച്ചെലവുകൾ ഉണ്ടാകുന്നു, ഒരുപാട് ദുർച്ചെലവ് കാണാം. ആവശ്യം ഒരു പാവപ്പെട്ടവരും വേദനിക്കുന്നവരും ദുഃഖം അനുഭവിക്കുന്നവരും കഷ്ടപ്പെടുന്നവരും നമ്മുടെ ചുറ്റുമുണ്ട്. പക്ഷേ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നത് ഭയങ്കര ദുർച്ചെലവ്, ഈ ധൂർത്തിൻ്റെ എല്ലാം കാരണം അഹങ്കാരം. എന്നെ വലിയൊരാളാക്കി ഞാൻ പ്രസൻറ്റ് ചെയ്യാനുള്ള വലിയൊരു കഷ്ടപ്പാടിലാണ്. അപ്പോൾ അത് നമുക്ക് എടുത്തു മാറ്റാൻ തയ്യാറും. അതുപോലെ തന്നെ മറ്റൊരു വചനമുണ്ട്, അതായത് പരിശുദ്ധാത്മ പറഞ്ഞു തരുന്ന കൃപയുടെ വചനമാണ്. അതായത് 1 കൊരിന്തോസിൻ്റെ 9:16, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. സുവിശേഷമൊക്കെ പ്രസംഗിക്കുമ്പോൾ നമുക്കൊക്കെ അഹങ്കാരം ഉണ്ടാകും. നമുക്ക് ഒത്തിരി നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു, അത് ചെയ്യാൻ പറ്റുന്നു, പ്രാർത്ഥിക്കാൻ പറ്റുന്നു, മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറ്റുന്നു, കൗൺസിലിംഗ് നടത്താൻ പറ്റുന്നു, ശുശ്രൂഷ ചെയ്യാൻ പറ്റുന്നു, അത് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതൊന്നും അതിൽ അഹങ്കരിക്കാൻ പാടില്ല. എനിക്ക് പൗലോസ് പറയാണ്, സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അത് എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്, ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ അഹങ്കാരത്തിന് യാതൊരു സ്ഥാനമില്ല. അപ്പോൾ അവിടെ എല്ലാം ദൈവം എന്നെ ഏൽപ്പിച്ചത്, എല്ലാത്തിനും മഹത്വം ദൈവത്തിന് കൊടുക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40:31, ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. വീണ്ടും വചനം റോമാലേഖനത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് മാറ്റിക്കും. അത് എളിമയുള്ളവർ മാത്രമേ അങ്ങനെ എല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാറ്റും എന്ന് വിശ്വസിക്കുകയുള്ളൂ. തകർച്ചകളോ പ്രശ്നങ്ങളോ ദുരിതങ്ങളോ തകർച്ചകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അവരെപ്പോഴും അവർ തളർന്നു പോകില്ല. കാരണം ദൈവാശ്രയത്വം, എളിമയുള്ളവർക്ക് ദൈവാശ്രയത്വം കൂടുതലാണ്. ഫിലിപ്പി ലേഖനത്തിൻ്റെ 4:13, എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് പറ്റും, എന്നെ ശക്തനാക്കുന്നത്. അപ്പം അത് എന്നെ ശക്തനാക്കുന്നത് ഞാനല്ല, പരിശുദ്ധാത്മാവാണെന്നുള്ള ഒരു തിരിച്ചറിവാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവാണ്, അതാണ് വരുന്നത്, പരിശുദ്ധാത്മാവാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എളിമയുള്ളവർക്ക് മാത്രമേ അങ്ങനെ ചിന്തിക്കാനും ധ്യാനിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും സാധിക്കുള്ളൂ. അല്ലാത്തവരെപ്പോഴും ചെയ്യുന്നത് അഹങ്കാരി ഒരിക്കലും അത് ഉൾക്കൊള്ളുന്നില്ല. അവനെപ്പോഴും നിരാശനാണ്. 2 കൊരിന്തോസിൻ്റെ 12:9 ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളെക്കുറിച്ച് പ്രസംഗിക്കും. പൗലോസിൻ്റെ ബലഹീനതകളെ പ്രശംസിക്കുന്നു. പൗലോസിലേക്ക് പല ബലഹീനത അതൊരു പ്രശംസിക്കുന്നു. പക്ഷേ എങ്കിലും കർത്താവ് മഹത്വപ്പെടും. അപ്പോൾ അവന് എപ്പോഴും ഞാൻ വലിയ മെച്ചപ്പെട്ടവനല്ല, ഞാൻ കുറവുള്ളവനാണെന്ന് പറയാനുള്ള പൗലോസിലേക്ക് എപ്പോഴും ഒരു തൻ്റെടമുണ്ട്. ആ തൻ്റെടം നമുക്കും വേണം, എങ്കിലും നമ്മുടെ ആത്മാവ് നിറഞ്ഞ് പ്രവർത്തിക്കുകയുള്ളൂ. വീണ്ടും നമുക്ക് കാണാൻ പറ്റും 1 തിമോത്തി 1:14-15, കർത്താവിൻ്റെ കൃപ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടൊപ്പം എന്നിലേക്ക് കവിഞ്ഞൊഴുകി. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപികളെ രക്ഷിക്കാനാണ് എന്ന പ്രസ്താവം വിശ്വസനീയവും തികച്ചും സ്വീകാര്യമാണ്. പാപികൾ ഒന്നാമനാണ് ഞാൻ, എങ്കിലും എനിക്ക് കാരുണ്യം ലഭിച്ചുകൊണ്ടോ. പാപികൾ ഒന്നാമനാണ്. പൗലോസിലേക്ക് എപ്പോഴും ഞാൻ പാപിയാണെന്നുള്ള, ഞാൻ യോഗ്യതയുള്ളവനൊന്നുമല്ല, ദൈവത്തെ ഈശോ നൽകുന്ന യോഗ്യത മാത്രമേ ഉള്ളൂ എൻ്റെ യോഗ്യത എന്ന് എപ്പോഴും പൗലോസിലെ പറയുകയാണ്. അതാണ് 1 തിമോത്തി 1:12, എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. അപ്പം എന്നെ ശക്തിപ്പെടുന്ന എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. പലപ്പോഴും നമ്മളെ ശക്തിപ്പെടുന്ന പണമല്ല, നമുക്ക് ധൈര്യം നൽകുന്ന പണമായിട്ടല്ല പറയുക, കഴിവല്ല, ആൾബലമല്ല, ചുറ്റുമുള്ളവരല്ല. ഞാൻ പലപ്പോഴും കൊണ്ട് അപ്പോസ്തലന്മാർ സുവിശേഷ പ്രസംഗമായിട്ട് പോകുമ്പോൾ അവരുടെ കൂടെ ആരുണ്ട്? ആരുമില്ല. അവരുടെ കൂടെ അവർ ഈശോ മാത്രമേ ഒരു കൂടെയുള്ളൂ. അവിടെ യാത്രയിൽ അവർ ഈശോ 2 പേരെ വെച്ച് പൊക്കണം, കൂട്ടിനൊരാൾ മാത്രമേ ഉള്ളൂ. ഈ കൂട്ടിന് ഒരാൾ മാത്രമായിട്ട് പോകുമ്പോൾ അവരുടെ കൂടെ ഈശോ പറഞ്ഞു വിടുന്നത് എന്താണ്? 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ, അതാണ് ശരിക്കും മത്തായി 18:19-20, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ 2 പേര് പോകുമ്പോൾ അവർ 3-മതൊരാളെയും കൂടെ അവർ കൂട്ടത്തിൽ കാണുന്നുണ്ട്, ഈശോയും കൂടെ കൂടെ കാണുന്നുണ്ട്. അപ്പം അങ്ങനെ എളിമയുണ്ട്. അപ്പോൾ എളിമയോടെ അവരത് ഈശോയ്ക്ക് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ പോകുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളം സംഭവിക്കുക. അഹങ്കാരിയുടെ കുഴപ്പം എന്താണ്? അപ്പോസ്തല പ്രവർത്തനം 28-ാം അധ്യായത്തിൻ്റെ 27, 28 വചനം, 27, 28, 29 3 വചനങ്ങൾ. അവർ കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് മനസ്സിലാക്കുകയും മാനസാന്തരപ്പെടുകയും ഞാനവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യം. അത്രയ്ക്കും ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇത് അറിഞ്ഞുകൊള്ളുവൻ, ദൈവത്തിൻ്റെ രക്ഷ
വിജാതിയുടെ പക്കലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു, അവർ അത് കേൾക്കുകയും ചെയ്യും. കണ്ടോ, എളിമപ്പെടുക. പൗലോസ്ലീഹ പറയാം. അപ്പോൾ ഇവിടെ അഹങ്കാരയ്ക്ക് ഒരിക്കലും വചനം കേൾക്കാൻ പറ്റില്ല. ഹൃദയം കഠിനമായിട്ടിരിക്കും. ഒരുപാട് ബുദ്ധിയുണ്ട്, എനിക്ക് അറിവുണ്ട്, എനിക്ക് പണമുണ്ട്, എനിക്ക് സ്ഥാനമാനമുണ്ട്, ഞാൻ മിടുക്കനാണ് എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും അഭിഷേകം കിട്ടില്ല. അപ്പോൾ തന്നെ നമുക്കറിയാം, എളിമയുള്ള വ്യക്തികളെ അനുദപിക്കുകയുള്ളൂ. അനുതാപത്തിൻ്റെ കണ്ണുനീര് അത് എളിമയുള്ള ഹൃദയങ്ങൾക്ക് മാത്രമാണ്. ലൂക്കാ സുവിശേഷം 15-ാം അധ്യായത്തിൽ 7-ലും 15-10 പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച്, അനുദപിക്കുന്നൊരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം. കാരണം അനുദപിക്കുന്ന പാപി എളിമപ്പെടുന്ന പാപിയാണ്, ദൈവത്തിന് മുമ്പിൽ താഴ്ന്ന പാപിയാണ്. അതാണ് പാപിനെ എളിമപ്പെടുമ്പോഴാണ് അനുതാപം കിട്ടുന്നത്. ഞാനൊന്നുമല്ല, എല്ലാം ദൈവത്തിൽ വിട്ടുപോകും. ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ജീവിതമാണ് എളിമയുള്ള ജീവിതങ്ങൾ. അല്ലാത്തൊരു എളിമപ്പെടുന്നില്ല, അവർ ദൈവത്തെ കാണുന്നില്ല, അവരുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം കാണുന്നില്ല. അവിടെ കൃപ കിട്ടണമെങ്കിൽ, ശരിക്കും ദൈവം നമ്മിൽ പ്രസാദിക്കണമെങ്കിലും, നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളമൊക്കെ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് എളിമപ്പെടണം. മത്തായിയുടെ സുവിശേഷം 5:20 നീ പ്രാർത്ഥിക്കാനായിട്ട് ബലിപീഠത്തിന് അരികെ ചെല്ലുമ്പോൾ നിൻ്റെ സഹോദരനോട് വിദ്വേഷമുണ്ടെന്ന് തോന്നിയ ശേഷം ബലിവസ്തു ഓടിച്ചിട്ട് നീ പോയി നിൻ്റെ സഹോദരനുമായിട്ട് രമ്യപ്പെടണമെന്ന് പറയുമ്പോൾ അർത്ഥം എന്താണ്? എളിമപ്പെടാനാണ് പറയുന്നത്. എവിടെയും എളിമപ്പെടുക, എല്ലാവരുടെ മുമ്പിൽ എളിമപ്പെടാൻ നമ്മൾ തരണം. അഹങ്കാരത്തിൻ്റെ ആ കൊമ്പ് വെച്ചുകൊണ്ടുള്ള നമ്മുടെ ജീവിതം അത് അപകടം. എസെക്കിയേൽ 28-ാം അധ്യായമൊക്കെ നിങ്ങൾ വായിക്കുന്നില്ല. അഹങ്കാരിയെ ദൈവം നിലംപരിശാക്കും. ബൈബിൾ മുഴുവൻ പറഞ്ഞ അഹങ്കാരിയെ ദൈവം എടുത്ത് ദൂരെ കളയും. നമ്മളിൽ അഹങ്കാരത്തിൻ്റെ പൈശാചിക ശക്തി നമുക്ക് വിട്ടുപോകാൻ പ്രാർത്ഥിക്കണം. പ്രഭാഷകന്റെ പുസ്തകം 15:9 പറയുന്നുണ്ട്, സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. കണ്ടോ, അത് അഹങ്കാരിയാണത്. അപ്പം പാപി എന്ന് വെച്ചാൽ അവിടെ പറയുന്ന അഹങ്കാരത്തിന് അരൂപിക്കപ്പെട്ടവന് സ്തോത്രഗീതോ സ്തുതിപ്പോ പ്രാർത്ഥനയോ പള്ളിയോ ധ്യാനമോ വചനോ ശുശ്രൂഷയോ ഒന്നും ഉൾക്കൊള്ളുകയില്ല. അവന് ദൈവത്തിൽ നിന്നുള്ള പ്രചോദനം ദൈവം നൽകുന്ന പ്രചോദനം അവന് ഉൾക്കൊള്ളുകയില്ല. അവന് അഹങ്കാരം നിൽക്കുന്നുണ്ട്, അവനൊരു ബന്ധനത്തിലാണ് കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെയധികം നമ്മൾ എളിമപ്പെടാനും ദൈവാത്മാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കാനും നമുക്ക് തയ്യാറാകണം. പ്രഭാഷകൻ 15:20 പറയുന്ന വചനമുണ്ട്, പാപം ചെയ്യാൻ അവിടുന്ന് ആരോടും കൽപ്പിച്ചിട്ടില്ല, ആർക്കും അനുവാദം കൊടുത്തിട്ടുമില്ല. ശരിക്കും അഹങ്കാരി എന്തുകൊണ്ടാണ് വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നത്? അവൻ അഹങ്കാരമുള്ളതാണ്. പക്ഷേ അനുദപിക്കുന്ന പാപി എന്താ? അതോടെ നിർത്തും. പെട്ടെന്ന് പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങൾ അവന് ഓടി മാറിയിട്ട് ദൈവത്തോട് അടുത്ത് നിൽക്കുന്നത് കാണാൻ പറ്റും. പ്രഭാഷകന്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 7, 8, 9 അഹങ്കാരം കർത്താവിനെയും മനുഷ്യരെയും വെറുപ്പിക്കുന്നു, അനീതി ഇരുവർക്കും നിന്ദ്യമാണ്, അനീതി അഹങ്കാര അത്യാഗ്രഹം ഇവ മൂലം സാമ്രാജ്യം കൈമാറിപ്പോന്നു. കണ്ടോ, നമുക്ക് കിട്ടിയ എല്ലാ നന്മകളും നമുക്ക് നഷ്ടപ്പെടും. അഹങ്കാരം, അത്യാഗ്രഹം ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ദൈവകൃപയൊക്കെ നമുക്ക് ചോർന്നു പോകും. അപ്പോൾ നമ്മൾ കൃപ നിറഞ്ഞു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റ കാര്യമുള്ളൂ, എത്രമാത്രം ഇപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിലിരിക്കുക, പ്രാർത്ഥനയിൽ കഴിയുക, ജപമാലൊക്കെ ചെയ്യാൻ തയ്യാറാകുക, പള്ളിയിൽ പോകുക, പരോപകാര പ്രവർത്തികൾ ചെയ്യുക, വിഷമിക്കുന്നവർ സഹായിക്കുക, വിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളുക, തിരുസഭയ്ക്ക് വേണ്ടി നൽകുക, വിശ്വാസം ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുക, അങ്ങനെ കുർബാനയ്ക്കൊക്കെ പോകുക, മാതാപിതാക്കളൊക്കെ ബഹുമാനിക്കുക. ബഹുമാനം എന്നൊക്കെ പറഞ്ഞാൽ അത് എളിമയുള്ളവർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അഹങ്കരിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ല. വിശ്വസ്തത കാണിക്കുക, വാക്ക് പാലിക്കുക, നന്മ പ്രവർത്തികൾ ചെയ്യുക, വീട്ടിലുള്ള മാതാപിതാക്കളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, അവരൊക്കെ സഹായിക്കുക, അവർക്ക് പറ്റുന്നൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, പിളച്ച പാപങ്ങൾക്ക് വിശ്വസിക്കുക. ഇപ്പോൾ എളിമയുള്ളവർ മാത്രമേ ദൈവവചനത്തെ വിശ്വസിക്കുന്നുള്ളൂ. അവർക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അഹങ്കാരിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ലത്, ബ്ലോക്കാണത്. അവൻ അഹങ്കാരി എപ്പോഴും അവിശ്വസിക്കുക, അവൻ ഡൗട്ട്ഫുൾ നേച്ചറാണ്, സ്കെപ്റ്റിക് മൈൻഡാണ്, അവൻ എല്ലാത്തിനും എതിരെ ചിന്തിക്കുള്ളൂ. നമ്മൾ എന്ത് പറയുന്നതും ഓപ്പോസിറ്റ്, ആൻറ്റി ക്രൈസ്റ്റ് സ്പിരിറ്റാണ്. ഒരുപാട് ക്രൈസ്തവരുടെ ഇടയിൽ നിങ്ങൾ ആൻറ്റി ക്രൈസ്റ്റ് സ്പിരിറ്റ് പ്രവർത്തിക്കും. അതെന്ന് വെച്ചാൽ ദൈവവചനം അനുസരിക്കില്ല, അവനൊരു ന്യായം പറയും. ഈ ന്യായം പറയുന്നത് അവനിൽ അഹങ്കാരത്തിൻ്റെ ഒരു പൈശാചിക അരൂപി നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ അഹങ്കാരം നമ്മൾ വിട്ടുപോകാൻ നമ്മൾ ആഗ്രഹിക്കും. പ്രഭാഷകൻ്റെ പുസ്തകം 10:13 മുതൽ 18 വരെ വചനങ്ങൾ അവിടെ പറയുന്നുണ്ട്, അഹങ്കാരത്തോടൊപ്പം പാപവും മുളയെടുക്കുന്നു, അതിനോട് ഒട്ടി നിൽക്കുന്നവൻ മ്ലേച്ഛത വമിക്കും. അതിനാൽ കർത്താവ് അപൂർവമായ പീഡകൾ അയച്ച് അവനെ നിശേഷം നശിപ്പിക്കും. അപൂർവമായ പീഡകൾ ഉണ്ടാകും, അപ്രതീക്ഷിതമായ പീഡകൾ, പ്രത്യേക തരത്തിലുള്ള തകർച്ച, കുടുംബത്തെ വെച്ചാൽ പ്രത്യേക രോഗങ്ങൾ, പ്രത്യേക ദുഃഖങ്ങൾ, അഹങ്കാരങ്ങളെ ശരിക്കും ലോകത്തിൽ നടക്കുന്ന ചില ദുരിതങ്ങളും ചിലപ്പോൾ ചില മഹാമാരി പോലും. ഞാൻ പറയും, ഇതൊക്കെ മനുഷ്യൻ എളിമപ്പെട്ട് കൃപയിലേക്ക് വരാൻ വേണ്ടി ദൈവം അനുവദിക്കുന്ന ചില സഹനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ സ്വരങ്ങൾക്ക് നമുക്ക് കേൾക്കാൻ പറ്റണം. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നമ്മൾ തിരിച്ചറിയണം, അല്ലാതെ നമുക്കൊരിക്കലും മനസ്സിലാകാൻ പറ്റില്ല. അത്ര എളിമ ശരിക്കും എളിമ വരുമ്പോൾ ഒരു വ്യക്തി എല്ലാ മഹത്വവും എല്ലാ ആരാധനയും കർത്താവിന് കൊടുക്കും. ഒരിക്കലും അവനെടുക്കില്ല. എല്ലാ മഹത്വവും എല്ലാ ആരാധനയും കർത്താവിന് കൊടുക്കുക. ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് നിർത്തും. അവൻ്റെ ജീവിതത്തെ എവിടെയാണെങ്കിലും കർത്താവിനെ ഒന്നാം സ്ഥാനം കൊടുക്കുക. അവന് കർത്താവിനെ ചെറുതാക്കില്ല. അവൻ്റെ വാക്കുകളിലോ പ്രവർത്തികളൊന്നും കർത്താവിനെ ചെറുതാക്കില്ല. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നതാണ് അവൻ്റെ സന്തോഷമുള്ള കാര്യം. പക്ഷേ പലപ്പോഴും പല ആളുകൾ അതല്ല, തിന്മയുടെ ശക്തികൾ കയറി കഴിയുമ്പോൾ അവർക്ക് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന സഭ അവർ പൂർണ്ണമായിട്ട് അങ്ങ് വിടുന്ന് കാണാൻ പറ്റും. സങ്കീർത്തനത്തിൽ 115-ാമത്തെ അധ്യായം 1-ാമത്തെ വചനം,
ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്. കണ്ടോ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്തതയും പ്രതി അങ്ങയുടെ നാമത്തിനാണ് മഹത്വം നൽകേണ്ടത്. അപ്പോൾ അതായത് എളിമയുള്ളവരെപ്പോഴും ദൈവത്തിനാണ് മഹത്വം കൊടുക്കുന്നത്. അഹങ്കാരി എല്ലാ മഹത്വം അവനെടുക്കും. അവൻ്റെ പേര്, അവൻ്റെ വലിപ്പം, അവൻ്റെ ഉയർച്ച, അത് മാത്രമേ ഉള്ളൂ. അവിടെയാണ് അവന് അപകടങ്ങളും അനർത്ഥങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. സങ്കീർത്തനം 113:6-7 അവിടുന്ന് കുനിഞ്ഞ് ആകാശത്തെയും ഭൂമിയെയും നോക്കുന്നു, അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു, അഗതിയെ ചാരക്കൂനയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. കൊണ്ട് ബൈബിൾ നോക്കി, അവിടെ നോക്കൂ, അഗതിയെ, അവിടുന്ന് ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു. അപ്പോൾ ഇതിനർത്ഥം വെറൊരു ഭാഗ്യമതല്ല, അതിനകത്തൊരു എത്ര താഴ്മയോടെ നിൽക്കുന്നു. വിശുദ്ധ കൊച്ചു തെർസിയ പുണ്യവതിയൊക്കെ എന്തോ ഒരു എളിമയാണ് മകളിൽ. ആ മകളുടെ അനുസരണം, ആ മകളുടെ ബഹുമാനം, ആ മകളുടെ പ്രാർത്ഥനാ ജീവിതം എന്തോ താഴ്മയാണ്. കംപ്ലീറ്റ് ഒബീഡിയൻറ്റ് ചൈൽഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആണ്. അതുപോലെ തന്നെ അൽഫോൻസാമ എന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത് എളിമയാണ്. എളിമയുള്ളിടത്തൊക്കെ വിശുദ്ധിയുള്ളൂ. വിശുദ്ധി എന്ന പുണ്യങ്ങളൊക്കെ, ജടിക പാപങ്ങളൊക്കെ നമ്മൾ വേട്ടയാടാടിക്കണേ ഒറ്റ കാര്യമുള്ളൂ, ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ നിൽക്കുക. ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ എത്ര താഴ്മയോടെ നിൽക്കുന്നോ അത്രമാത്രം നിനക്ക് വിശുദ്ധി ഉണ്ടാകും. വിശുദ്ധി കുറയുന്ന എപ്പോഴാണെന്നറിയോ? നമ്മളിലെപ്പോൾ നമ്മൾ അഹങ്കാരം, പരിസേൻ്റെ ഒക്കെ ചിലപ്പോൾ പറയാം. പരിസേൻ ചുങ്കക്കാരനെ കുറിച്ച് കുറ്റം പറഞ്ഞു കണ്ടില്ലേ? പള്ളി വന്നിട്ട് കൂടെയുള്ളവനെ കുറിച്ച് കുറ്റം പറയുന്നു. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? അവൻ അഹങ്കാരിയാണ്. കാര്യം അവന് 10 പ്രമാണങ്ങളും എല്ലാ കാര്യങ്ങളും പാലിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അവന് അഹന്ത, പ്രത്യേകിച്ച് സ്പിരിച്വൽ പ്രൈഡ്. ഇന്ന് പല ആളുകളുണ്ട് ആത്മീയ അഹങ്കാരം. അങ്ങനെയുള്ളവൻ്റെ ദൈവം കരുണയോ, അവന് ദൈവം നോക്കില്ല, അവൻ തകർന്നു പോകും. അവൻ ജീവിതത്തിൽ പല തകർച്ചകളും പ്രശ്നങ്ങളും അനുഭവിക്കേണ്ടി വരും. നമ്മളൊക്കെ ഇന്ന് ലോകത്തിൽ ഇച്ചിരി നമ്മളെല്ലാം പ്രകടനപരത കൂടിക്കൊണ്ടിരിക്കുക, മറ്റുള്ള മുമ്പിൽ വലിയവനായിട്ട് നടക്കാൻ, അഹംഭാവത്തിൻ്റെ നടപ്പ് എടുപ്പ് നോട്ടം ഒക്കെ, അഹങ്കാരം, ആരെയും വകവെപ്പില്ല, ആരെയും അനുസരിക്കില്ല, മാതാപിതാക്കളൊക്കെ പീഡിപ്പിക്കും. ചില യുവാക്കളുണ്ട് ഇച്ചിരി വിദ്യാഭ്യാസമാർക്ക്, പിന്നെ പള്ളിയും സഭയും മെച്ചന്മാരും ഒക്കെ കുറ്റം പറയും. എന്ത് ചെയ്യുന്നുണ്ട്? യാതൊരു അഹങ്കാരി എന്തും ചെയ്യും. കൊലപാതകം നടത്തും, അവൻ അബോർഷൻ നടത്തും. അതെല്ലാം എൻ്റെ അഹങ്കാരത്തിൻ്റെയാണ്. ആരെയും കുറ്റം പറയും, ആരെയും വെറുക്കും, ആരെയും ഉപദ്രവിക്കും, എന്തും നശിപ്പിക്കും, ജീവിതം തന്നെ നശിപ്പിക്കും. വേണമെങ്കിൽ ആത്മഹത്യ പോലും നടക്കും. ഞാൻ പറയും അഹങ്കാരത്തിൻ്റെ. കാരണം എളിമയില്ല. ഒരു പ്രശ്നമോ വിഷമോ ദുഃഖമോ ഒക്കെ വരുമ്പോൾ ദൈവത്തെ ആശ്രയിക്കും. പഠിച്ചു കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ ദൈവം നടത്തും. അതാണ് എളിമയുള്ളവർക്ക് പറ്റുള്ളൂ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇച്ചിരി ചെറുപ്പത്തിൻ്റെ ഇച്ചിരി കാണുമ്പോൾ നമ്മളെല്ലാം പൊക്കി അവസാനം അവൻ നശിച്ച് താഴോട്ട് പോകുന്ന കാണാൻ പറ്റും. ചിലപ്പോൾ കുടുംബജീവിതമൊക്കെ ആകുമ്പോൾ എല്ലാം അഹങ്കാരം. നമ്മുടെ വസ്ത്രവും നമ്മുടെ ആഭരണങ്ങളോടുള്ള ഭ്രമങ്ങളും, നമ്മുടെ വീടുകളോടുള്ള ഭ്രമങ്ങളും, വാഹനങ്ങളുള്ള ഭ്രമങ്ങളും, ജോലിക്ക് വേണ്ടിയുള്ള ഭ്രമങ്ങളും, സ്ഥാനമാനങ്ങളുടെ ഭ്രമങ്ങളും കൂടുതലല്ലേ? അത് നമ്മളെന്ത് കാരണം? എന്താ? അഹങ്കാരം എന്ന തിന്മയുടെ ശക്തി നമ്മൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അഹങ്കാരമുള്ളവർക്ക് ഇതെപ്പോഴും ഉണ്ടായി. ഈ ഭ്രമം കൂടുതലാണ്, മോഹഭാവം തന്നെ കൂടുതലാണ്. അതുതന്നെയാണ് അത് അവൻ്റെ ആഗ്രഹങ്ങൾ നോക്കി, ഒരുവൻ്റെ ആഗ്രഹങ്ങളും അവൻ്റെ താല്പര്യങ്ങളും ശ്രദ്ധിച്ചാൽ മതി. അപ്പം അതിനകത്ത് ദൈവികമല്ല, അവൻ്റെ ആഗ്രഹങ്ങൾ ദൈവികമൊന്നുമില്ല, പൈശാചികമായ ആഗ്രഹങ്ങൾ, ഒരാവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടും. അതിൻ്റെ വലിയ കടബാധ്യത, ലക്ഷങ്ങളും കോടികളും ആർക്കും രക്ഷപ്പെടുത്താനാവാത്തതുള്ള കടബാധ്യതയുടെ കെണിപ്പെട്ടു, നിരാശ, ഉറക്കമില്ല, പിന്നെ മരിച്ചാൽ മതി, ജീവിച്ചാൽ മതി, നാട് വിട്ടു പോവുക. എന്താ കാരണം? എന്താ? എന്തിനോട് ഓടുക? എന്തോ ആകാൻ വേണ്ടി ഓടുക. അതല്ലല്ലോ ശരിക്കും. എൻ്റെ കാരണം അഹങ്കാരമാണ്. ദൈവാത്മാവെന്ന് ചോർന്നു പോയി. അഭിഷേകം ചെയ്തു, ദൈവസ്വരം. ശരിക്കും ബൈബിളൊക്കെ ഇരുന്ന് വായിക്കണം. അച്ഛൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മുമ്പിലൊന്ന് താഴ്മയോടുന്ന സങ്കീർത്തനം 113 ഞാൻ പറയും, ഇന്നത്തെ ദിവസം നമുക്കത് കുറേ വായിച്ച് പ്രാർത്ഥിക്കണം. ഒരു 12 പ്രാവശ്യം നിങ്ങളിന്ന് സങ്കീർത്തനം 113 വായിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. അവിടെ ദൈവം ഉയർത്തുന്ന ആരെയാണ്? ഒരു 12 പ്രാവശ്യം സങ്കീർത്തനം 113 ഒന്ന് വായിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയണം, എളിമയും ശാന്തതയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയത്തെയും എളിമയും ശാന്തതയുമുള്ള ആക്കി മാറ്റിത്തരണമേ അതും ഒരു 12 പ്രാവശ്യം ഒരു സുഹൃജപം ചൊല്ലി പ്രാർത്ഥിക്കും. എളിമയും ശാന്തതയുമുള്ള ഈശോയുടെ തിരുഹൃദയമേ, എൻ്റെ ഹൃദയത്തെയും എളിമയും ശാന്തതയുള്ള ആക്കി മാറി. എളിമയാണ്. അഹന്ത ഭയങ്കരമായിട്ട് കൂടുതലാണ്, ഭയങ്കര അഹന്ത. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെക്കുറിച്ച് പറയാറുണ്ടായിരുന്നേ. അസീസി പുണ്യവാളിങ്ങനെ അവർ ആശ്രമമൊക്കെ തുടങ്ങി, വൈദികരൊക്കെയായി അങ്ങനെ കുർബാന ലഭിക്കുമ്പോൾ ശരിക്കും അസീസി പുണ്യവാളൻ എന്നും ആഗ്രഹിച്ചൊരു ബ്രദറായിട്ട് ജീവിക്കാനാണ്. വൈദികരായ ആളുകൾ പ്രേരിപ്പിക്കുന്നുണ്ട്, പാകുന്നില്ല. കാരണം എളിമ നഷ്ടപ്പെടുന്നൊരു പേടിയുണ്ട്, അഹങ്കാരം കയറിപ്പിടിക്കും. അതുകൊണ്ട് എന്നും സഭയുടെ സ്ഥാപകനെ പക്ഷേ അപ്പോൾ എളിമപ്പെടുകയാണ്. ഒരു ചാക്ക് പോലത്തെ ഒരു വസ്ത്രമൊക്കെ ഇടും. കാരണം എപ്പോഴും എളിമയാണ്. അപ്പം ഈശോയിലുണ്ടായിരുന്നത് ഏറ്റവും കൂടെ പഠിച്ചു, ഈശോയിൽ നിന്ന് എളിമ പഠിച്ചു. ഈശോയുടെ ആ എളിമയാണ് ആ വ്യക്തിത്വത്തെ വിശുദ്ധിയിലേക്ക് ഉയർത്തിക്കളഞ്ഞത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് താറുമാറായി പോകുന്നത് നമ്മുടെ മോഹഭാവങ്ങളാണ്. എന്തേരെ കിട്ടിയാലും തികയുന്നില്ല, എന്തേരെ ഭക്ഷിച്ചാലും തികയുന്നില്ല, ഒന്നും സമാധാനമില്ല, എന്തൊക്കെയോ ത്വരകളാണ്, കുറേ അഡ്രസ്സ്, സ്ഥാനമാനം, കസേരകൾ, പേര്, പെരുമ, ഇതിനു വേണ്ടി നട്ടോട്ടമാണ്. എല്ലാവരും ഒരുപോലെയല്ല ദൈവം സൃഷ്ടിച്ചത്. ഓരോരുത്തരെയും ഓരോ രീതി സൃഷ്ടിച്ചു, ഓരോ ലക്ഷ്യത്തിന്
എന്തിനു വേണ്ടി ചിന്തിച്ചു, ഓരോ പദ്ധതിക്ക് വേണ്ടി രക്ഷിച്ചിരിക്കുന്നത്. അത് ഉൾക്കൊള്ളാൻ അതാണ് എളിമയുള്ളവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. എളിമയില്ലാത്തവൻ എപ്പോഴും എല്ലാവരും ചുറ്റുമുള്ളവരെ കമ്പാരിറ്റീവ് സ്റ്റഡിയാണ്. എല്ലാം ഞാൻ കമ്പയർ ചെയ്യുകയാണ്. അവൻ അവളെപ്പോലെ. എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി അതൊരിക്കലും നോക്കുന്നില്ല. എളിമയുള്ള ഏതാണ്ട് നമ്മുടെ ഹൃദയത്തിൽ എനിക്ക് തോന്നുന്നു ഈ നാൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്, ലോകത്തിൻ്റെയും സമൂഹത്തിൻ്റെയും നമ്മുടെയൊക്കെ അന്യമേഖല ഉൾപ്പെടെ എല്ലായിടത്തുള്ള അപകടങ്ങളുടെ പിന്നിലെ കാരണം ഇതാണ്, അഹങ്കാരത്തിൻ്റെ ബന്ധനമാണ്. സങ്കീർത്തനം 89 51 കർത്താവെ, അങ്ങയുടെ ശത്രുക്കൾ അവനെ നിന്ദിക്കുന്നു, അങ്ങയുടെ അഭിഷിക്തൻ്റെ പിൻഗാമികളെ അവർ പരിഹസിക്കുന്നു. കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ശത്രുക്കൾ എപ്പോഴും അഭിഷിക്തരെ നിന്ദിക്കുന്നു പറയും. ദൈവത്തെ ഇവിടെ ഉദ്ദേശിക്കുന്ന ഈശോയെ പലപ്പോഴും എല്ലാവരും നിന്ദിക്കുന്നത് അത് അഹങ്കാരിയാണ്. നമുക്ക് ഈശോയുടെ പീഡാസനത്തിന് വേള അഹങ്കാരം മുറ്റി നിൽക്കുന്ന ഹെറോദോസ് കാണിക്കുന്ന കണ്ടില്ലേ? സൈന്യദളങ്ങളെല്ലാം വിളിച്ചിരുത്തിയിട്ട് ഈശോയെ പരിഹസിക്കുന്ന കണ്ടില്ലേ? ഈശോ പറയും, നീ രാജാവാണെങ്കിൽ നീ ഒന്ന് പറഞ്ഞു, നീ അത്ഭുതം പ്രവർത്തിച്ചു ഒക്കെ പറയുക, നീ അനേകരെ ഉയർപ്പിച്ച ആളല്ലേ, നീ സൗഖ്യം കൊടുത്ത എങ്കിൽ നീ ഒന്ന് നിന്നിരുന്ന് രക്ഷിക്കുക. കാരണം ഈ അഹങ്കാരമാണ്, അത് തന്നെയാണ് അപകടം ഉണ്ടാകുന്നത്. അപകടത്തിൻ്റെ കാരണം അഹങ്കാരമാണ്. ഈ അഹങ്കാരം നമ്മളൊന്ന് മാറിയാൽ മതി. അത് സാമ്പത്തിക പൈസയായി, ഇച്ചിരി കഴിവായി, മറ്റുള്ളവരൊന്ന് അക്സെപ്റ്റ് ചെയ്തു, ഒരാൾ നമ്മളെക്കുറിച്ച് പോസിറ്റീവ് പറഞ്ഞു, ഒരാൾ നമ്മളെക്കുറിച്ച് സ്നേഹിച്ചു, ഒരാൾ നമ്മളെ സപ്പോർട്ട്, അപ്പോൾ നമ്മൾ അഹങ്കാരം ശരിക്കും പറഞ്ഞാൽ ഓരോ സെക്കൻഡും ഓരോ ശ്വാസം എടുക്കുമ്പോൾ നമ്മൾ ദൈവം നന്ദി പറയണം. കാരണം അടുത്തൊരു ശ്വാസം ദൈവം തരുന്നതുകൊണ്ടാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അത് നമ്മുടെ കഴിവുകൊണ്ട് എടുക്കുന്നല്ലത്. ദൈവം ദാനമാണിതെല്ലാം. ഈ ദാനത്തെ നമ്മൾ മറന്നു പോകുന്നു. അതാണ് നമുക്കുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ പ്രവർത്തനം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളൊക്കെ നിറയണമെങ്കിൽ നമുക്കുള്ളിൽ ഉണ്ടാകേണ്ടത് എളിമയാണ്. ശരിക്കും പത്രോസ്ലിഹായെ ഈശോ തിരഞ്ഞെടുക്കാൻ തന്നെ കാരണം അവൻ്റെ ആഴമുള്ള എളിമയാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണ് ഈ ലൂക്കാ സുവിശേഷത്തിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 8-9 വചനം പറഞ്ഞ പോലെ പത്രോസ് പറയുന്നുണ്ടല്ലോ, കർത്താവേ ഞാൻ പാപിയാണ്, എന്നെ നീ അകന്നു പോകണേ. കർത്താവേ ഞാൻ പാപിയാണ്, എന്നെ അകന്നു പോകണം എന്ന് പറയുക. അപ്പോൾ അവിടെ വളരെ എളിമപ്പെടുന്നതുകൊണ്ട് ദൈവം അവനിൽ പ്രവർത്തിക്കുന്നു. അവന് ദൈവം തിരഞ്ഞെടുക്കുന്നു. അവർക്ക് സാഷ്ടാംഗം പറഞ്ഞാൽ വെച്ച് എളിമപ്പെടുക. യെശയ്യാ പ്രവാചകനൊക്കെ എളിമപ്പെടും. ദേവാലയത്തിലുണ്ട് നശിച്ചു എന്ന് പറഞ്ഞ് നശിച്ചു, ഞാൻ കർത്താവിനെ കണ്ടു. ഞാൻ അപ്പോൾ എളിമയാണ്, അല്ല അഹങ്കാരമല്ല. ഇതാണ് ദൈവകൃപകളൊക്കെ വെളിപ്പെടുന്നിടത്തൊക്കെ നമുക്ക് നിൽക്കണമെന്നുണ്ടെങ്കിൽ എളിമ വേണം. എളിമ നഷ്ടപ്പെട്ടാൽ നമ്മൾക്ക് അഹങ്കാരി അവനെ മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ. ദൈവത്തെ പോലൊരു ആരും അംഗീകരിക്കത്തില്ല. അഹങ്കാരിയുടെ പ്രത്യേകത അവനെ മാത്രമേ അവൻ അംഗീകരിക്കുള്ളൂ, വേറെ ആരും അംഗീകരിക്കത്തില്ല. അതാണ് അവൻ്റെ ബന്ധനത, അവൻ്റെ പൈശാചികത. അത് മാറാൻ വേണ്ടി അതുകൊണ്ട് ഈ ഒരു പൈശാചികത നമ്മളിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് വചനമൊക്കെ കൂടുതൽ വായിക്കുക. എളിമയെക്കുറിച്ചുള്ള വചനം ഇന്നേ ദിവസം ഒത്തിരി വായിക്കാനും ധ്യാനിക്കാനും എളുപ്പപ്പെടാൻ ആഗ്രഹിക്കുക. അനേകം വിശുദ്ധരുടെ ജീവചരിത്രമൊക്കെ പഠിക്കുക. എളിമയുടെ മാർഗ്ഗമാണ് അവരെല്ലാം എടുത്ത മാർഗ്ഗം. അതാ ഈശോ അന്ത്യ അത്താഴവേള ഈശോ കാണിച്ചെന്ന ഈശോയുടെ അവസാനത്തെ മാതൃക എന്താ? ഈശോ ശിഷ്യന്മാരുടെ പാദം കഴുകുക, എളിമയുടെ മാതൃകയാണ്. കാരണം അതിലാണ് കൃപയുടെ അടിത്തറയ്ക്കുന്നത്. നമ്മൾ വലിയവരല്ല, എല്ലാം ദാനം. ഈ സെക്കൻഡ് ഡൊമിനിക്കച്ചൻ ഇവിടുന്ന് വചനം ഈ നമ്മുടെ 8 നോയമ്പ് തിരുനാൾ ദിനം ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ പറയും, ദൈവം ദാനമാണ്, കർത്താവിൻ്റെ കൃപയാണത്, അല്ല എൻ്റെ കഴിവല്ല, എൻ്റെ മേന്മയല്ല, എൻ്റെ പേരല്ല, എൻ്റെ പ്രശസ്തിയല്ല. ഈ ദിവസങ്ങൾ ഒരുപാട് ഹീലിങ്ങുകൾ, സൗഖ്യങ്ങൾ, വിടുതൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവിൽ എനിക്കൊന്നുണ്ട്. കാരണം എനിക്കെന്ത് കഴിവ്? ഞാൻ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളാണ്. എല്ലാം ആ ഈശോയ്ക്ക് മഹത്വം. ഓരോ സെക്കൻഡും ഓരോ നിമിഷവും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള കൃപ ലഭിക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. വളരെ പ്രാർത്ഥനാപൂർവ്വം ഈ ഡെലിവറൻസ് ആരാധനയിലേക്ക് പ്രവേശിക്കണം. എല്ലാവരും കൂടണം, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലും ഈ ആരാധന സമയത്ത് ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ കുടുംബത്തിലെ ബന്ധനങ്ങൾ കർത്താവ് അഴിക്കട്ടെ. ആമേൻ. പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ, എൻ കരങ്ങൾ തിരുപാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നിൻ പാദം പുണർന്നു ഞാൻ ഒന്ന് ആരാധിക്കട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഈ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം നിന്റെ മുമ്പിലായിരിക്കുമ്പോൾ കണ്ണുനീരൊപ്പുന്ന ദൈവം നിന്നെ വിശുദ്ധീകരിക്കാൻ ദൈവം വന്നിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ ശക്തി
നീ വെളിപ്പെടാൻ പോകുന്ന നിമിഷമാണിത്. ഈ നിമിഷം നീ നിൻ്റെ ജീവിതം മുഴുവനും കർത്താവിന് വിട്ടുകൊടുക്കുക. സങ്കീർത്തനം 16:1 ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. എല്ലാവരും പറയട്ടെ, കർത്താവേ ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. ദൈവമേ എന്നെ കാത്തുകൊള്ളണമേ, ഞാൻ അങ്ങയിൽ ശരണം വെച്ചിരിക്കുന്നു. വിട്ടുകൊടുക്കുക, ജീവിതം മുഴുവൻ കർത്താവിന് വിട്ടുകൊടുക്കുക. സങ്കീർത്തനം 107:41 എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനങ്ങളിൽ നിന്ന് കരകയറ്റി. ഏറ്റുപറയട്ടെ, എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനങ്ങളിൽ നിന്ന് കരകയറ്റി. എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനങ്ങളിൽ നിന്ന് കരകയറ്റി. സങ്കീർത്തനം 108:13 ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും, അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. ഏറ്റവും എല്ലാവരും ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും, അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. യേശുവേ വിശുദ്ധീകരിക്കണേ കർത്താവേ, കരുണ കാണിക്കണേ കർത്താവേ. കരുണ കൊണ്ടാണ് ഈ നിമിഷത്തിൽ ദൈവമേ ഈ ശുശ്രൂഷയിൽ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന മുഴുവൻ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണേ കർത്താവേ. സങ്കീർത്തനം 140 ഒന്ന് സംഭവിക്കട്ടെ. കർത്താവേ ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ഏറ്റുചൊല്ലട്ടെ, കർത്താവേ ദുഷ്ടരിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ, അക്രമികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ. ഈശോയെ നന്ദി, ഈശോയെ ഏറ്റെടുക്കണേ കർത്താവേ. സങ്കീർത്തനം 141:1-2 ഏറ്റുചൊല്ലട്ടെ എല്ലാവരും. കർത്താവേ ഞാൻ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. എന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. എന്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. നന്ദി കർത്താവേ. ഏറ്റെടുക്കണമേ, ബന്ധനടിക്കണേ, കെട്ടുപൊട്ടിക്കണേ കർത്താവേ. സങ്കീർത്തനം 98:8-9 ജലപ്രവാഹങ്ങൾ കരഘോഷം മുഴക്കട്ടെ. കർത്താവിന്റെ മുൻപിൽ പർവ്വതങ്ങൾ ഒത്തൊരുമിച്ച് ആനന്ദ കീർത്തനം ആലപിക്കട്ടെ. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ പോകുന്നു. അവിടുന്ന് ലോകത്തെ നീതിയോടും ജനതകളെ ന്യായത്തോടും കൂടെ വിധിക്കും. സങ്കീർത്തനം 94:21 നീതിമാന്റെ ജീവനെതിരായി അവർ ഒത്തുചേരുന്നു. നിർദോഷനെ അവർ മരണത്തിന് വിധിക്കുന്നു. ദുഷ്ടാരൂപിയെ ഇന്ന് ബഹിഷ്കരിക്കണമേ. പറഞ്ഞ കർത്താവേ എന്നിലും എന്റെ കുടുംബത്തിലുമുള്ള ദേശത്തുള്ള സഭയിൽ പ്രവർത്തിക്കുന്ന തിരുസഭയിൽ പ്രവർത്തിക്കുന്ന പൈശാചിക ശക്തികളെ ബഹിഷ്കരിക്കണമേ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുമ്പോൾ അങ്ങ് മുഖം മറക്കരുതേ. അങ്ങ് ഞങ്ങളുടെ നിലവിളി കേൾക്കണമേ. കണ്ണുനീര് കാണണമേ. തകർച്ചകൾ എടുത്തു മാറ്റണമേ. പൈശാചിക അരൂപികളുടെ ബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ പുറത്തു കൊണ്ടുവരണമേ. സ്തുതിക്കാൻ കരങ്ങൾ ഉയർത്തി സങ്കീർത്തനം 80:1 എല്ലാവരും ഹൃദയത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക. ഇസ്രായേലിന്റെ ഇടയനെ, ആട്ടിൻകൂട്ടത്തെ പോലെ ജോസഫിനെ നയിക്കുന്നവനെ ചെവിക്കൊള്ളണമേ. കെരൂബുകളിന്മേൽ വസിക്കുന്നവനെ പ്രകാശിക്കണമേ. എഫ്രായിമിനും ബെഞ്ചമിനും മനാസയ്ക്കും അങ്ങേ തന്നെ വെളിപ്പെടുത്തണമേ. ഉണർന്ന ശക്തിയോടെ ഞങ്ങളെ രക്ഷിക്കാൻ വരണമേ. ദൈവമേ
ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. എല്ലാവരും പറഞ്ഞേ, ദൈവമേ ദൈവമേ ഞങ്ങളെ പുനരുദ്ധരിക്കണമേ. അങ്ങയുടെ മുഖം പ്രകാശിക്കുകയും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ജനത്തിന്റെ പ്രാർത്ഥനകൾ കേൾക്കണമേ. രണ്ട് കരമുയർത്തി സ്തുതിക്കുന്നു. ആരാധന കാരുണ്യത്തിന്റെ ശക്തി, അഭിഷേകത്തിന്റെ ശക്തി, കൃപയുടെ ശക്തി, വിടുതലിന്റെ ശക്തി, ആലയത്തിന്റെ അഭിഷേകം ഒഴുകട്ടെ. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതകൾ സംഭവിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥതകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, നിൻ മുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രകാശിക്കുവാ, നിൻ മുൻപിൽ നിന്നിടുവാ, തിരുമുഖം പ്രകാശിക്കുവാ, കൃപാവരത്തിലോടി അണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, കൃപാവരത്തിലോടി അണഞ്ഞിടുന്നേ, ക്രൂശിൻ നിഴലിൽ ഞാൻ മറഞ്ഞിടുന്നേ, ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ, എൻ ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. സ്തുതിക്കുന്നു. ആരാധന എല്ലാ കുടുംബങ്ങളേക്ക് പുണ്യവാന്മാരോട്, കർത്താവിന്റെ രക്തസാക്ഷികളോട്, കർത്താവിന്റെ വിശുദ്ധരോട്, പരിശുദ്ധ ദൈവമാതാവിനോട്, കർത്താവിന്റെ 12 അപ്പസ്തോലന്മാരോട്, വിടുതലിന്റെ കൃപകളുള്ള പുണ്യവാന്മാരോട് ഞങ്ങൾ അങ്ങയെ ആരാധിച്ച് സ്തുതിക്കുന്ന ഈ സമയം അങ്ങയുടെ കരം ഞങ്ങളുടെ മേൽ നീട്ടണേ, ദേശത്തിന്റെ മേൽ നീട്ടണേ, ബന്ധനങ്ങൾ അഴിക്കണമേ. ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ഒന്ന് മാത്രം ചോദിച്ചിടുന്നേ, അതുമാത്രം ആഗ്രഹിക്കുന്നേ, ഒന്ന് മാത്രം ചോദിച്ചിടുന്നേ, അതുമാത്രം ആഗ്രഹിക്കുന്നേ, നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം, നിൻ സൗന്ദര്യത്തെ എന്നും ദർശിക്കണം, നിന്നാലയത്തിൽ എന്നും വസിച്ചിടണം,
ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. എൻ ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. വിടുതലിന്റെ അഭിഷേകം സംഭവിക്കട്ടെ. സാത്താന്യരുടെ സൈന്യങ്ങളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. തിരുസഭയുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് 9:1-2 മത്തായി 16, 18, 19 വചനത്തിൽ ഭിന്നുകൊണ്ട് 10:19 നിന്നുകൊണ്ട് കൽപ്പിക്കുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദുഷ്ടപിശാചുകളെ ബന്ധിക്കുന്ന, ബഹിഷ്കരിക്കുന്നു. കർത്താവിന്റെ പാദത്തിലേക്ക് വെക്കുന്നു, യേശുനാമത്തിൽ വെക്കുന്നു. അഴിഞ്ഞു പോകട്ടെ മാറാത്ത ബന്ധനങ്ങളും പഴകിയ രോഗങ്ങളും പഴകിയ ബന്ധനങ്ങളും തലമുറകളുടെ ബന്ധനങ്ങളും പാറയെ പുലർന്ന് ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. പാറമേൽ കൃപയുടെ വടി കൊണ്ടടിച്ചപ്പോൾ പാറ പുലർന്ന് ജീവജലം ഒഴുകിയതുപോലെ ഈ സമയത്ത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്ന തകർച്ചകളും തടസ്സങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും അഴിഞ്ഞു പോകുന്നു. പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ മുമ്പിൽ ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ, ജീവനുള്ള ആരാധനയാ, വിശുദ്ധിയുള്ള ആരാധനയാ. യേശുവന്റെ നല്ല സമ്പത്ത്, എൻ നല്ല സഖി ഏതു നേരത്തും. യേശുവന്റെ നല്ല സമ്പത്ത്, എൻ നല്ല സഖി ഏതു നേരത്തും. വേറെ ഒന്നും ഞാൻ തേടുന്നില്ല, എൻ പ്രിയനു വേണ്ടി ഞാൻ കാത്തിടുന്നേ. വേറെ ഒന്നും ഞാൻ തേടുന്നില്ല, എൻ പ്രിയനു വേണ്ടി ഞാൻ കാത്തിടുന്നേ. ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. എൻ ദേഹം ദേഹി ആത്മാവിനെ സൗരഭ്യമായി തീർത്തിടണേ. സൗരഭ്യമായി തീർത്തിടണേ. ആരാധന സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കൃപയുടെ ശക്തിയോട് കട്ടെ. അന്ധകാരമാകട്ടെ, അന്ധകാരമാകട്ടെ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ സന്തോഷത്തോടെ. യാക്കോബേ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരുളിച്ചെയ്യുന്നു. ഭയപ്പെടണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിനക്ക്
നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. ആരാധന, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കും. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. ഒറ്റ സ്തുതിപ്പ്. ബന്ധനം അഴിഞ്ഞു പോകട്ടെ. യേശുനാമത്തിന്റെ ശക്തിയാൽ ബന്ധനങ്ങൾ അഴിയട്ടെ. പാപ രോഗ തകർച്ചകൾ മാറട്ടെ. വിനാശ വിട്ടുപോകട്ടെ. ഭയം വിട്ടുപോകട്ടെ. രോഗം വിട്ടുപോകട്ടെ. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. സകല മന്ത്രശക്തികൾ വിട്ടുപോകട്ടെ. ദൈവജനത്തെ പീഡിപ്പിക്കുന്ന മുഴുവൻ പാപത്തിന്റെ, രോഗത്തിന്റെ, തകർച്ചകളുടെ, ദുരിതങ്ങളുടെ, കുടുംബ പ്രശ്നങ്ങളുടെ, കുടുംബ തകർച്ചകളുടെ, അതിന് പിന്നെ പ്രവർത്തിക്കുന്ന രഹസ്യമായി അരൂപികളോട് ഞാൻ ആജ്ഞാപിക്കുന്നു. എന്റെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ആജ്ഞാപിക്കുന്നു. ഈ മക്കൾ കുടുംബത്തിൽ പുറത്തു പോകുക. ഈ രോഗം വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. ഈ രോഗ പീഡ വിട്ടുപോകട്ടെ. ഈ പാപത്തെ ശാസിക്കുന്നു. യേശുനാമത്തിൽ ശാസിക്കുന്നു. പുറത്തു പോകാൻ കൽപ്പിക്കുന്നു. ദൈവജനത്തിന് മേൽ ബന്ധനടിയട്ടെ. രോഗ പീഡ മാറട്ടെ. പാപം ബന്ധനടിയട്ടെ. അവിശ്വാസം മാറട്ടെ. അഹങ്കാരത്തെ ബന്ധിക്കുന്നു. നിരാശ ബന്ധിക്കുന്നു. അശുദ്ധാത്മാക്കൾ ബന്ധിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. വിട്ടുപോകാൻ കൽപ്പിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ വലിയ തിരുനാൾ ദിനത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതകൊണ്ട് രാജ്ഞിയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത കൊണ്ട് അമ്മയോടൊപ്പം ഞാൻ കൽപ്പിക്കുന്നു. ദൈവജനത്തിന്റെ നാശമാഗ്രഹിക്കുന്ന സാത്താനെ, ദൂരെ പോകുക. യേശുവിനെ കുറിച്ചുപെട്ടിരിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ കൽപ്പിക്കുന്നു. ആസ്വദിക്കാൻ പോകുന്ന സമയം കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Hallelujah, 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 hallelujah. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതി, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ദിവ്യകാരണത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ ആവേ മരിയ. ഒരു നിമിഷം കൂടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.